ഫോട്ടോസൊക്കെ അമ്മായി ഇതിനകത്താണല്ലോ വെക്കാറുള്ളത്. ഇന്ന് രാവിലെയും കൂടെ ഞാൻ കണ്ടതാ. ഇത്തവണ അമ്മായി തന്നേന്ന് ഞാനൊന്നും സെലക്ട് ചെയ്യാനൊന്നും പോയില്ല. എന്നാൽ അതൊക്കെ ആരെടുത്ത് മാറ്റി? 5-6 ഉണ്ടായിരുന്നു. MCA, MBA, ഒരു ബാങ്ക് എംപ്ലോയി, അങ്ങനെ എല്ലാം നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളതാ. താണ്ടേ ഇതിനകത്ത് കിടക്കുന്നത്. ഇത് രാധമ്മ ചേച്ചി എടുത്തിട്ടായിരിക്കും. അല്ലെന്നേ, പിന്നാരാ? ഞാനായിരിക്കും. ഞാൻ തന്നെ അതിനകത്ത് കൊണ്ടിട്ടത്. അത് ശരി. അതേതായാലും നന്നായി. കാരണം ഇപ്പൊ ഞാൻ തന്നെ ഒന്ന് തീരുമാനിച്ചങ്ങ് ഉറപ്പിച്ചിരിക്കുക. എന്തോന്നാ, കല്യാണം കഴിക്കുന്നില്ലാന്നോ? അതെ, നീയും അമ്മയും കൂടി ഇങ്ങനെ ഒത്തു കളിച്ചോണ്ടിരുന്ന എന്റെ കാര്യം പോക്ക. അതുകൊണ്ട് ഞാൻ വേറൊരു വഴിയിലൂടെ ഒരാലോചന അങ്ങ് ഉറപ്പിച്ചു. പെണ്ണിനും പെണ്ണിന്റെ വീട്ടുകാർക്കൊക്കെ സമ്മതം വന്നേ. അതാ ഇത്. അതിന് അമ്മായി സമ്മതിക്കണ്ടേ? ഓ, അമ്മയെ ഞാൻ നേരിട്ട് കണ്ടാ സമ്മതിക്കും. പക്ഷേ കിട്ടണ്ടേ? ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. അത് വേണ്ട. നിനക്ക് ഞാൻ കല്യാണം കഴിച്ച് കാണുന്നതേ ഇഷ്ടമല്ല. നിന്റെ കൈ തന്നാ ഇതുപോലെ അങ്ങ് ചവിറ്റൂട്ടെ കൊണ്ട് കളയും. തരാനല്ലേ പറഞ്ഞേ? ആനന്ദ്, ഇന്ന് നമ്മുടെ സ്ഥിരം ഇൻഫോമറുടെ ഒരു കോൾ ഉണ്ടായിരുന്നു. റിലയബിൾ ആണോ എന്നറിയില്ല, ബട്ട് ഇറ്റ്സ് അബൌട്ട് എ ഡീൽ. രാത്രി 9-നും 10-നും ഇടയ്ക്ക് ഹാർബറിനടുത്തുള്ള ആ പഴയ ഐസ് ഫാക്ടറിയിലാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആനന്ദിന്റെ ജൂനിയർ ഐസാക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ സർ, ഞാൻ ഐസാക്കിനെ നിന്ന് കളക്ട് ചെയ്തോളാം. എന്റെ ലൈറ്റ് പക്ഷെ ആനന്ദ്, ഇത്തവണ ഏതായാലും ഐസക് പോട്ടെ. ഞാൻ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. എക്സ്ക്യൂസ് മീ സർ. അല്ല, താൻ പോണ്ട. പിന്നെന്തിനാണ് സാറിനെ വിളിച്ചു വരുത്തി പറഞ്ഞത്? ലെറ്റ് ഹിം ഡു ഇറ്റ്. ഇത് 10-40,000 രൂപ വിലയുള്ളതാണോ? ആനന്ദിനെ പോലെ സമർത്ഥനായ ഒരു ഓഫീസർ ഇവിടെ ഉള്ളപ്പോൾ ഐസക്കിന് എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷേ തൻ്റെ പെങ്ങൾ പറഞ്ഞത് ശരിയാണോ? ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി താൻ ആവശ്യത്തിൽ റിസ്ക് എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ പോണ്ട അല്ലേ സർ? ക്ഷമിക്കണം സർ, യു ആർ റിയലി ചീറ്റിംഗ് യുവർ പ്രൊഫഷൻ. സാർ ഇപ്പൊ എനിക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗം ഉണ്ടല്ലോ, അതെനിക്കൊരു ഇൻസൾട്ടാണ്. യു ആർ ജസ്റ്റ് ഡീഗ്രേഡിംഗ് മൈ റെപ്യൂട്ടേഷൻ ആസ് എ റെസ്പോൺസിബിൾ ഓഫീസർ. ഇത്രയും നാൾ എന്റെ പ്രൊഫഷനോട് ഞാൻ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഇനി എന്തർത്ഥമാണ് സാർ ഉള്ളത്? സാറിനെ പോലെയുള്ള സീനിയർ ഓഫീസേഴ്സ് എന്നെ പോലെയുള്ളവരെ ഇൻസ്പയർ ചെയ്യാണ് വേണ്ടത്, അല്ലാതെ. ടേക്ക് ഇറ്റ് ഈസി, കൂൾ ഡൗൺ മാൻ. ഇങ്ങനെ അപ്സെറ്റ് ആവാതെ. അത് വേണ്ട, അത് വേണ്ട. പുതിയ ടേബിൾ. താൻ തന്നെ പോണം, അതാണ് അതിന് ശരി. താങ്ക് യു സർ.
ആനന്ദ്, ഒരു പുതിയ കൺസൈൻമെന്റ് ഓഫ് ഗൺസ് വന്നിട്ടുണ്ട്. ദേ ആർ ഗുഡ്. സേവിയറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ തന്റെ പഴയ റിവോൾവർ എക്സ്ചേഞ്ച് ചെയ്തോളൂ. രജിസ്റ്റർ ഞാൻ എൻ്റർ ചെയ്തോളാം. താങ്ക് യു സർ. സെൽ ഓപ്പൺ ചെയ്യും സർ. എനിക്കിവനെ തനിച്ചൊന്ന് കാണണം. നിങ്ങൾ രണ്ടുപേരും വെളിയിൽ വാ. എങ്ങനെയായിരുന്നു? നീ എന്ത് പറഞ്ഞു? ആരാഴ്ച തന്നെ എനിക്കറിയണം. ആരാഴ്ച തന്നെ ആരാണെന്ന് എനിക്കറിയില്ല. അവരെനിക്ക് കാശ് തന്നു. എനിക്കതല്ല അറിയേണ്ടത്, അവനെ അറിയിക്കേണ്ട കാര്യം നീ അറിയിച്ചോ. സ്ഥലം എനിക്ക് മനസ്സിലായി. ഇടപാട് എന്താണെന്ന് നീ പറയണ്ട. പക്ഷെ സമയം അതെനിക്കറിയണം. നാളെ രാത്രി 9-നും 10-നും ഇടയ്ക്ക്. ഇച്ചയാ വാ, ഇറങ്ങാം. ഫംഗ്ഷൻ ഷാർപ്പ് 6 o'clock തുടങ്ങും. കീർത്തി, ഐ എം റിയലി സോറി. ഞാൻ നിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം, പക്ഷേ എനിക്ക് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ചെയ്യാ? എന്തോ മറക്കുന്ന പോലെ. ഒന്നുമില്ല. കയ്യിലെന്താ? ഒന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ലെന്നേ. നോക്കട്ടെ. കീർത്തി, ഞാൻ പറയട്ടെ. കീർത്തി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും മനഃപൂർവ്വമല്ല. ഒന്നും പറയണ്ട. ഞാൻ പറയുന്നൊന്നും ഇച്ചായും കേക്കില്ലല്ലോ. ഇച്ചാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. തനിച്ചാ പോകുന്നതെന്ന് എനിക്കറിയാം. പോവണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചായും പോവും. അതുകൊണ്ടാ ഞാൻ പോകുന്നത്. ഫംഗ്ഷൻ അല്ല, പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാം. താനം ഇപ്പൊ തീർന്നേനെ. താനെന്താ ഇവിടെ? ഞാൻ മാത്രം മതി ഇവിടെ. ഞാൻ മാത്രമല്ല, എന്താ കുഴപ്പം? എന്റെ ഏരിയയിൽ വേറെ ഒരുത്തൻ കയറി കളിക്കുന്ന എനിക്കത്ര ഇഷ്ടമല്ല. എൻ്റെ രീതി അത് തന്നെ. ഓഹോ. ആ, Don't move. Careful. I said don't move.
You call me. Come on, hands up! I said hands up! Oh shit. എന്തോ കുഴപ്പമുണ്ട്. Something is wrong. God. ആരേത്? CA Somarajan. I can't believe this. Hands up! Don't move! ഇതെന്റെ കണ്ണാ. This is my gun. ഇതെങ്ങനെ ഇവിടെ? ഇതിപ്പോ തന്റെ കണ്ണല്ല. ദിസ് ഈസ് എവിഡൻസ്. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതിലെന്തോ ചതിയുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ലോക്കറിൽ വെച്ചിരുന്ന കണ്ണായത്. ബോത്ത് ഓഫ് യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റ് ദം. ഞങ്ങൾ നിരപരാധികളാണ് സർ. വിടോ. ഞങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെന്റിന് ഒരേ ഓപ്പറേഷൻ വന്നിരിക്കുന്നവരാണ്. ഞങ്ങളെ ആരോ കരുതി കൂടി ട്രാപ്പിലാക്കിയിരിക്കുക. ഈ മരിച്ചു കിടക്കുന്നതിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്നേ. നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ കോടതിയിൽ തെളിയിക്കണം. ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. കം ഓൺ, ടേക്ക് ദം. വരണം സർ, പ്ലീസ്. ആന്റി നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാരായ ആനന്ദ് ജേക്കബിന്റെയും RC ശേഖറിന്റെയും അധോലോക ബന്ധത്തിന്റെ വെളിപ്പെടുത്തലാണ് CA സോമരാജൻ വധമെന്ന് ഉന്നതതല വൃത്തങ്ങൾ സംശയിക്കുന്നു. കുറ്റവാളികളായി പിടിക്കപ്പെട്ട ഈ ഉന്നത ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയരായി സസ്പെൻഡ് ചെയ്യുവാൻ ഔദ്യോഗികമായി തീരുമാനമായി. എല്ലാവരുടെയും കുത്തുവാക്ക് കേൾക്കാൻ ചേച്ചി എന്തിനാ നിന്ന് കൊടുക്കണം? ചേച്ചി എങ്ങോട്ടും പോണ്ട. എടി, ശേഖരനെ പറ്റത് ഞാനാ. അവൻ ഒരിക്കലും ഇങ്ങനൊരു കൊലപാതകം ചെയ്യത്തില്ല. പറയുന്നവര് പറഞ്ഞോട്ടെ, ആക്ഷേപിക്കുന്നവര് ആക്ഷേപിച്ചോട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം പുറത്തു വരും. നീ എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇങ്ങോട്ട് വന്നേ. അമ്മായി തളരാൻ പാടില്ല മോളെ. പോയിട്ട് വരാം. പോയിട്ട് വരട്ടെ. എനിക്കെന്റെ പെരുവരിൽ നിന്ന് തരിച്ചു കയറുക. ഇങ്ങനെ മുമ്പിൽ കുത്തിയിരുന്ന് കരഞ്ഞോട്ട് സ്ഥലം കാലിയാക്ക്. ഇവിടെ 100 കൂട്ടം കേസ് കിടക്കുക. അതിനിടയ്ക്ക് വിടാൻ ഇന്ന് പോസ്റ്റിങ്ങിന് വെച്ചിട്ടുള്ള ഫയലുകൾ ഉടനെ റെഡി ആവണം. ശരി സർ. ഇങ്ങനെ ഇരുന്ന് കരയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. പോയി വേറെ വല്ല അഡ്വക്കേറ്റിനെയും കാണും. നോക്കണ്ട, ഇപ്പൊ അറസ്റ്റിലായ ആനന്ദ് ജേക്കബിന്റെ സിസ്റ്ററാ കീർത്തി. എനിക്ക് വേണ്ടപ്പെട്ടവരാ. ആനന്ദിന്റെ കേസ് ജയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അല്ലാതെ കരഞ്ഞും നിലവിളിച്ചും എഴുന്നേക്ക്, വീട്ടിൽ പോ. എനിക്ക് കണ്ണീരും കൈ ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. അമിതങ്ങളൊന്നും പറയണ്ട. കേസ് നമ്മൾ ജയിക്കും, ഉറപ്പാ. എനിക്കങ്കളുടെ വിശ്വാസം.